ഹിന്ദു വർഗീയതയും മുസ്ലിം വർഗീയതയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്നാണ് പറയാറ്. രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരുപോലെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് എന്നല്ലേ? അവരുടെ സ്വഭാവം, രണ്ടുപേരുടെയും സ്വഭാവം ഒന്നാണ് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. അത് സംഘപരിവാർ കേന്ദ്രത്തിൽ നിന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രസ്താവനയാണ്. വിഷയം മറ്റൊന്നുമല്ല, സൂംബ തന്നെയാണ്. സൂംബയെക്കുറിച്ച് എന്താണോ മുസ്ലിം വർഗീയവാദികൾ പറഞ്ഞത് അത് അതേപോലെ ആവർത്തിക്കുകയാണ് ഹിന്ദു വർഗീയവാദികളും ചെയ്യുന്നത് എന്നർത്ഥം. രണ്ടുപേരും സംസാരിക്കുന്നത് ഒരുപോലെയാണ്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രസ്താവന മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരു വാർത്ത നമുക്ക് വായിക്കാം. അത് ഇങ്ങനെയാണ്: സൂംബയിൽ വെളിപ്പെടുന്നത് സർക്കാർ കാപട്യം, ലക്ഷ്യം യോഗയ്ക്ക് അവസരം നിഷേധിക്കൽ. ഭാരതീയ വിചാര കേന്ദ്രം അവർ പറയുന്നത് യോഗയ്ക്ക് അവസരം നിഷേധിക്കാനാണ്. ഇതാണ് സംഘപരിവാറിന്റെ ഭാഷ്യം. എന്നാൽ നേരെ തിരിച്ച് മുസ്ലിം തീവ്രവാദികൾ പറയുന്നതോ മുസ്ലിം സംഘടനകൾ പറയുന്നതോ ആണും പെണ്ണും ഒന്നിച്ചിരിക്കുന്നു, അത് നമ്മുടെ കൾച്ചറിന് യോജിച്ചതല്ല, സാംസ്കാരിക ഇറക്കുമതിയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ്. അതുതന്നെയാണ് താഴെ വായിച്ചു പോകുമ്പോൾ സംഘപരിവാറും പറയുന്നത്, ഭാരതീയ വിചാര കേന്ദ്രവും പറയുന്നത്. വാർത്ത ഇങ്ങനെയാണ്: ലഹരിക്കെതിരെ എന്ന പേരിൽ വിദേശ ചരക്കായ, അതാണ് വിദേശ ചരക്കായ, ഇത് തന്നെയാണ് മുസ്ലിം തീവ്രവാദികളും മുസ്ലിം സംഘടനകളും പറയുന്നത്. ലഹരിക്കെതിരെ എന്ന പേരിൽ വിദേശ ചരക്കായ സൂംബ നൃത്തം വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് ഭാരതീയ വിചാര കേന്ദ്രം. കേരളത്തിലേക്ക് ലഹരി കടത്തിക്കൊണ്ടുവരുന്ന കള്ളക്കടത്ത് ശൃംഖലകളെ ഇല്ലായ്മ ചെയ്യാതെ ലഹരിക്കിരയായവരെ മാത്രം അറസ്റ്റ് ചെയ്ത് പൊതുജന മധ്യത്തിൽ പ്രദർശിപ്പിക്കുന്ന ചടങ്ങ് മാത്രമാണ് സർക്കാർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സൂംബയുടെ പേരിൽ മേനി പറയുന്ന സർക്കാർ കാപട്യം വ്യക്തമാകുന്നത്. യഥാർത്ഥത്തിൽ സൂംബ ഈ നാടിൻ്റെ സാംസ്കാരിക സ്വത്വത്തിനും പാരമ്പര്യത്തിനും നേരെയുള്ള കടന്നുകയറ്റവും അധിനിവേശവുമാണ്. കലാകായിക രംഗത്ത് കേരളത്തിന് ഒരു മഹത്തായ പാരമ്പര്യമുണ്ട്. അതിനെ പുഷ്ടിപ്പെടുത്താനോ സംരക്ഷിക്കാനോ യാതൊരു പരിശ്രമവും ചെയ്യാത്ത സർക്കാർ സൂംബ പോലുള്ള വിദേശ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ചില തൽപര കക്ഷികളുടെ ഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ട്. കേരളത്തിന്റെ പരമ്പരാഗത കായിക അധ്യാപകർക്കും ഇപ്പോൾ പരക്കെ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന യോഗ പരിശീലകർക്കും അവസരം നിഷേധിക്കുക എന്നതാണ് സൂംബ ഇറക്കുമതിയിലൂടെ ലക്ഷ്യമിടുന്നത്. PSC വഴി തിരഞ്ഞെടുക്കപ്പെട്ട കായിക അധ്യാപകർക്ക് സമയത്ത് നിയമനം നൽകുന്നില്ല എന്ന കാര്യവും ഇവിടെ ഓർക്കേണ്ടതാണ്. ഇതുവഴി സൂംബ പരിശീലകരുടെ പിൻവാതിൽ നിയമനവും സുഗമമാകും. ഈ നാട്ടിലെ പ്രതിഭാധനന്മാരായ കലാകാരന്മാർക്കോ കായിക പരിശീലകർക്കോ നൃത്ത സംവിധായകർക്കോ ഒന്നും യാതൊരു പഞ്ഞവുമില്ല. നവീനമായ ആവിഷ്കാരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത്തരക്കാരുടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പക്ഷേ അവർക്കൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു പിന്തുണയും ലഭിക്കുന്നില്ല. നാടിൻ്റെ തനിമക്കെതിരെ നടക്കുന്ന ഇത്തരം നിഗൂഢ നീക്കങ്ങളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും സമൂഹം, പ്രത്യേകിച്ച് രക്ഷാകർത്താക്കളും അധ്യാപക സംഘടനകളും ശക്തമായി മുന്നോട്ട് വരണമെന്ന് ഭാരതീയ വിചാര കേന്ദ്രം അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രസ്താവന. എവിടെ നിൽക്കുന്നു? ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന, തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന സംഘപരിവാറിന്റെ സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രവും സൂംബയ്ക്ക് എതിരാണ്. ഭാരതീയ വിചാര കേന്ദ്രവും നേരത്തെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരുന്നത് അത് വേടന്റെ പ്രശ്നത്തിലാണ്. സംഘപരിവാർ വേടനും എതിരെയായിരുന്നു, വേടന്റെ പാട്ടിന് എതിരെയായിരുന്നു, വേടന്റെ നിലപാടിന് എതിരെയായിരുന്നു. പക്ഷേ അതേക്കുറിച്ച് ഒരഭിപ്രായം മുസ്ലിം സംഘടനകൾ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. കാരണം അതും അവർ ഏറ്റുപിടിക്കുമായിരുന്നു. കാരണം ഹിന്ദു തീവ്രവാദികളുടെയും മുസ്ലിം തീവ്രവാദികളുടെയും സ്വരം ഒരേപോലെയാണ് എന്നർത്ഥം. രണ്ട് രീതിയിൽ രണ്ട് പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായി ഇവരുടെ ലക്ഷ്യം ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നതാണ്. പുതിയതൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുക എന്നതാണ്. പഴയ നൂറ്റാണ്ടിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുക എന്നതാണ്. പഴയ കാലമാണ് ഉദാത്തമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും പുതിയ കാലം ഒന്നുമല്ല എന്ന് പറയുകയും ചെയ്യുക. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തു വഴിയും സ്വീകരിക്കും. അതിന് വിശ്വാസത്തെ ഉപയോഗിക്കും, ആചാരങ്ങളെ ഉപയോഗിക്കും. ഇതൊക്കെയാണ് ഇന്ത്യയിൽ, കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യമല്ല. എല്ലാ മതങ്ങളും ഒരുപോലെ തന്നെയാണ്. എല്ലാ മതങ്ങളുടെയും മുകളിൽ നിൽക്കുന്ന അതിൻ്റെ ആചാര്യന്മാർ എന്ന് പറയുന്നവർ ആവർത്തിച്ച് പറയുന്നതും അതുതന്നെയാണ്. എന്താണ് സൂംബയെക്കുറിച്ച് മുസ്ലിം സംഘടനകൾ പറഞ്ഞത്? അവർ പറയുന്നത് അല്പവസ്ത്രധാരികൾ,
അങ്ങനെയല്ല എന്ന് പിന്നീട് ബോധ്യപ്പെട്ടതാണ്. ആണും പെണ്ണും ഇടകലർന്ന് നൃത്തം ചെയ്യുന്നു, അത് പാടില്ല. നമ്മുടെ സാംസ്കാരിക സ്വത്വത്തിന് അത് എതിരാണ്. ഇറക്കുമതി ചെയ്തതാണ്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ലാറ്റിൻ അമേരിക്കയുടെ നൃത്തമാണ് സൂംബ, അത് നമുക്ക് പറ്റില്ല, വിദേശിയാണ്, പറ്റില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഡേൺ മെഡിസിൻ സ്വീകരിക്കാൻ പറ്റുമോ എന്ന ചോദ്യം. ഇതുമാത്രമല്ല, നിരവധി സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും, ബൾബ് മുതൽ കയ്യിലെ പേന വരെ എവിടെ നിന്ന് ഉണ്ടായി ഉത്ഭവിച്ചു എന്നത് നാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. പക്ഷേ ഇതെല്ലാം അവർ മറന്ന് ഇതിനെയെല്ലാം വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും കെട്ടുപാടുകളിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ തമ്മിലടിപ്പിക്കും, ആളുകളെ വിഭജിക്കും, രണ്ടായി നിർത്തും. രണ്ടായി നിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാര്യത്തെ സംബന്ധിച്ച് എല്ലാ വർഗീയവാദികളുടെയും നിലപാട് ഒരേപോലെ ആയിരിക്കും എന്ന്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് മുസ്ലിം വർഗീയതയും ഹിന്ദു വർഗീയതയും എന്ന് ഉറപ്പിച്ച് പറയുന്നത്. അത് ഇവിടെ വീണ്ടും തെളിയുകയാണ്. സൂംബയ്ക്കെതിരെ നേരത്തെ രംഗത്ത് വന്നത് മുസ്ലിം സംഘടനകളാണെങ്കിൽ ഇപ്പോൾ ഇതാ ഹിന്ദു സംഘടനകളും രംഗത്ത് വരുന്നു, BJPയും സംഘപരിവാറും രംഗത്ത് വരുന്നു എന്നുകൂടിയാണ് ഈ പ്രസ്താവന നമ്മോട് പറയുന്നത്.